രൂത്തിന്റെ പുസ്തകം 2-ാം അധ്യായം 10-ാം വാക്യം. സ്വത്രം നമുക്ക് ചേർന്ന് വായിക്കാം. എന്നാറെ അവൾ സാഷ്ടാംഗം വീണ് അവനോട്, ഞാൻ അന്യദേശക്കാരത്തി ആയിരിക്കെ നീ എന്നെ വിചാരിപ്പാൻ തക്കവണ്ണം നിനക്ക് എന്നോട് ദയ തോന്നിയത് എങ്ങനെ? ഓക്കെ. ബോവസ് അവളോട്, നിന്റെ ഭർത്താവ് മരിച്ച ശേഷം അമ്മാവിയമ്മയ്ക്ക് നീ ചെയ്തിരിക്കുന്നതും നിന്റെ അപ്പനെയും അമ്മയും സ്വദേശത്തെയും വിട്ട് മുമ്പേ അറിയാത്ത ജനത്തിന്റെ അടുക്കൽ വന്നിരിക്കുന്നതുമായ വിവരമൊക്കെയും ഞാൻ കേട്ടത് കൊണ്ട്. പ്രൈസ് ദി ലോർഡ്. നിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങൾ, നിന്റെ ആവശ്യങ്ങൾ അറിയുന്ന സർവശക്തനായ ദൈവം വ്യക്തമായി പറയുകയാണ്, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല. വചനം നാം പഠിച്ചാൽ അവിടെ കാണുന്ന ഇങ്ങനെ അവങ്കലേക്ക് നോക്കി ഒരു പ്രകാശിതരായി അവരുടെ മുകളിൽ ചുറ്റി പോയില്ല. സ്വത്രം. അങ്ങനെയാണെങ്കിൽ നോക്ക്, ബോവസിന്റെ വയലിൽ നിൽക്കുന്ന രൂത്തിനെ ബോവസ് കാണുവാനിടയായത് സ്വത്രം രൂത്തിന്റെ മിടുക്കല്ല, ദൈവത്തിന്റെ കരുണയാണ്. സ്വത്രം. സകലതും നഷ്ടപ്പെട്ട് തനിച്ചായി പോയവൾ, വാർദ്ധക്യത്തിലായിരിക്കുന്ന നവോമിയെ കൈവിട്ടു പോകാതെ, നവോമിയോട് കൂടെ സ്വന്തമല്ലാത്ത ദേശത്ത് കഷ്ടം എത്ര സഹിക്കേണ്ടി വന്നാലും എൻ്റെ അമ്മാവിയമ്മയെ വിട്ടുകളഞ്ഞിട്ട് ഞാൻ പോകത്തില്ല എന്നൊരു തീരുമാനമെടുത്തുകൊണ്ട് മോവാബ് ദേശത്തു നിന്നും ബേത്ത്ലഹേമിലേക്ക് വന്ന ആ ചെറുപ്പക്കാരി പെൺകൊച്ച് സ്വത്രം വിശപ്പിന്റെ കാഠിന്യം കൂടിയപ്പോൾ യവക്കൊയ്ത്തിന്റെ കാലമായതുകൊണ്ട് അമ്മാവിയമ്മോട് പറഞ്ഞ്, അമ്മച്ചി, ഇവിടെ നാം ഇരുന്ന് വിശന്ന് ചാകുന്നതിൽ ഭേദം ഞാൻ പോയി സ്വത്രം കാലാപറിക്കൊണ്ട് വരട്ടെ. സ്വത്രം. ജാതീയ പെൺകുട്ടി യഹൂദന്റെ വയലിൽ സ്വത്രം കാലാപറിക്കാൻ ഇറങ്ങിയാൽ ഉണ്ടാകുന്ന ഭൂകമ്പം ചെറുതൊന്നുമല്ല. സ്വത്രം. പക്ഷെ അവൾ ആശ്രയിച്ചത് അമ്മാവിയമ്മയല്ല, അമ്മാവിയമ്മ സേവിക്കുന്ന ദൈവത്തെയാ. ഈ രാത്രി നിങ്ങളോട് ഞാൻ പറയട്ടെ, ലോകം ഒരുപക്ഷെ നിങ്ങൾക്ക് പ്രതികൂലമായിരിക്കും. നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നവരെല്ലാവരും നിങ്ങളെ തള്ളി മാറ്റുന്നതുകൊണ്ടായിരിക്കും. നിന്നെ കരുതാമെന്ന് പറഞ്ഞ് നിന്റെ കൂടെ നിന്നവരെല്ലാം മുഖം തിരിച്ച് പോകുന്നുണ്ടായിരിക്കും. ഇനി എന്ത് ചെയ്യേണ്ടോ എന്ന് ചിന്തിച്ച് മനം കലങ്ങി കുത്തിയിരുന്ന് കരയാതെ നീ സേവിച്ചു വന്ന ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി നിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങളെ ഒന്ന് പറയാൻ നീ തയ്യാറാകുമെങ്കിൽ നീ പോലും അറിയാത്ത വഴി സ്വർഗം നിനക്ക് വേണ്ടി തുറക്കും. സ്തോത്രം. നോക്ക്, ഭയന്നും വിറച്ചും സ്വത്രം കുത്തുവാക്കുകളുടെ നടുവിൽ നോക്ക്, ബോവസിന്റെ വയലിൽ നിന്ന് കാലാവറുക്കുമ്പോൾ ഒരുപാട് അപവാദങ്ങളും അപമാനങ്ങളും അവൾ സഹിച്ചു. വിങ്ങിപ്പൊട്ടി നിറഞ്ഞു കവിയുന്ന കണ്ണുമായി ആ വയലിൽ നിന്ന് കാലാവറുക്കുമ്പോൾ വയലിന്റെ ഉടമനായ ബോവസ് വന്നിട്ട് ചോദിക്കോ, കുഞ്ഞ നീ ഏതാ? സ്വത്രം. നിന്നെ ഇവിടെ എങ്ങും കണ്ടിട്ടില്ലല്ലോ. സ്വത്രം. ഒരു കണ്ണിനും നിന്നെ കാണാൻ കഴിയത്തില്ല, പക്ഷെ നിന്നെ കാണുന്ന ഒരു കണ്ണുണ്ട്, ആ ഉയരത്തിലെ കണ്ണ്. ആ ഉയരത്തിലെ കണ്ണ് കൊണ്ട് നിന്നെ കണ്ടാലുണ്ടല്ലോ നിന്റെ സ്ഥിതി മാറും, നിന്റെ സാഹചര്യങ്ങൾ മാറും, നിന്റെ മുമ്പുള്ള സകല ദുർഘടങ്ങളും നിരപ്പാകും. നീ കാണാത്ത ചില നന്മകൾ നിന്റെ കണ്ണിന് മുമ്പിൽ വെളിപ്പെട്ടു വരും. നീ അറിഞ്ഞിട്ടില്ലാത്ത ചില നിനക്ക് വേണ്ടി വെളിപ്പെട്ടു വരും. നീ എത്തിപ്പെടാൻ കഴിയാത്ത സ്ഥാനത്ത് സ്വർഗം നിന്നെ കൊണ്ട് എത്തിക്കും. നിന്നെ കൊണ്ട് കഴിയത്തില്ലെന്ന് പറഞ്ഞ സകല മേഖലകളും സകലതും തന്നവൻ നിന്നെ നിറയ്ക്കും. പക്ഷെ ദൈവത്തിൽ വിശ്വാസം വേണം. സ്വന്തം ദൈവത്തിൽ വിശ്വാസം വേണം. രൂത്ത് വിശ്വസിച്ചത് അമ്മാവിയമ്മയല്ല. സ്വത്രം. രൂത്ത് വിശ്വസിച്ചത് ദൈവത്തെയാ. സ്വത്രം. എന്റെ അമ്മാവിയമ്മയ്ക്ക് കഴിവില്ല, പക്ഷെ അമ്മാവിയമ്മ സേവിക്കുന്ന ദൈവത്തിന് കഴിയും.
സ്വന്തം എന്റെ സാഹചര്യങ്ങളെ മാറ്റുവാൻ ദൈവത്തിന് കഴിയും. എന്റെ അമ്മാവിയുടെ കണ്ണുനിറക്കാൻ ദൈവത്തിന് കഴിയും. എനിക്ക് വേണ്ടത് തരുവാൻ ദൈവത്തിന് കഴിയും. എന്റെ സാഹചര്യങ്ങൾക്ക് അപ്പുറത്ത് ദൈവം പ്രവർത്തിക്കും. അതാ വിശ്വാസം, അതാ വിശ്വാസം. സ്വത്രം. ആ വിശ്വാസത്തോടെ തന്റെ മുമ്പിൽ വരുന്ന സകല കാര്യങ്ങളെയും തന്റെ വിശ്വാസ കണ്ണുകൊണ്ട് കണ്ടിട്ട് നിന്ന് സഹിച്ചുകൊണ്ട് വയലിൽ നിന്ന് കാല പെറുക്കുമ്പോൾ ബോവസ് വന്നിട്ട് ചോദിക്കുക, കൊച്ചെ നീ ഏതാ? സ്വത്രം, സ്വത്രം. ഞാൻ ആ നവോമിയുടെ മരുമോളാ. സ്വത്രം. അത് കേട്ടപ്പോൾ ബോവസിന് പിന്നെ ഒന്നും പറയുവാനുണ്ടായില്ല. കാരണം നിന്റെ അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവാകുന്നതിന് മുമ്പേ നിന്നെ കണ്ടവൻ, നീ എവിടെ ജനിക്കും, നീ എങ്ങനായിത്തീരും, നിന്റെ ഭാവി ജീവിതം എന്താകുമെന്ന് മുന്നേ എഴുതി വെച്ചവൻ, അവന്റെ സമയമാകുമ്പോൾ ഏതെല്ലാം കെട്ടുപാടിൽ നീ കടന്നാലും നിന്നെ അവൻ പുറത്തു കൊണ്ടുവരും. മോവാബ് ദേശത്ത് കിടന്ന രൂത്ത് ബേത്ലഹേമിൽ വന്നെങ്കിൽ, ബേത്ലഹേമിൽ നിന്ന് ബോവസിന്റെ വയലിലെത്തിയെങ്കിൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. കാരണം അവളെടുത്ത തീരുമാനം ചെറുതല്ല. മരിക്കേണ്ടി വന്നാലും നിന്നെ ഇന്ന് ദൈവത്തിന് വിട്ടിരിക്കുന്നില്ല. സ്വത്രം. പട്ടിണി വരും, ദാരിദ്ര്യം വരും, കഷ്ടത വരും, ഒറ്റപ്പെടൽ വരും. സ്വത്രം. എല്ലാവരാലും വെറുക്കപ്പെട്ട് മാറ്റി നിർത്തപ്പെടും. കുഞ്ഞേ, എന്റെ യേശുപ്പനും അതെല്ലാം അനുഭവിച്ചതാ. സ്വത്രം. എന്റെ യേശുപ്പനും അതെല്ലാം അനുഭവിച്ചതാ. കൂടെ നിന്നവരും കൂട്ടുവന്നവരും കൂട്ടുനിന്നവരും കൂടെ ഇരുന്ന് കഴിച്ചവരും കുടിച്ചവരും എല്ലാം തള്ളിക്കളഞ്ഞപ്പോഴും യേശുപ്പൻ അനങ്ങിയില്ല. കാരണം യേശുപ്പൻ വന്നത് സ്വത്രം അവരെ അനുഗ്രഹിക്കാനാ. സ്വത്രം. ആ അനുഗ്രഹം മാത്രമേ യേശുപ്പന്റെ കരത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. രൂത്തിന്റെ കരത്തിൽ അമ്മാവിയമ്മയുടെ സന്തോഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നാളെ അവൾക്ക് എന്ത് സംഭവിക്കുമെന്ന് അവളൊന്ന് ചിന്തിച്ചത് പോലുമില്ല. പക്ഷെ അവൾക്കൊന്നറിയാം, എന്റെ അമ്മച്ചി സേവിക്കുന്ന ദൈവം, എന്റെ അമ്മാവിയമ്മ സേവിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമാണ്. സ്വത്രം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? സ്വത്രം. എൻ്റെ കുഞ്ഞു പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എൻ്റെ ദൈവം കേൾക്കും. എൻ്റെ കൂട്ടാളി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എൻ്റെ ദൈവം കേൾക്കും. ഞങ്ങളുടെ രോഗത്തിന് ശമനം യേശു കർത്താവ് തരും. ഞങ്ങളുടെ കണ്ണുനീര് കർത്താവ് തുടയ്ക്കും. വിശ്വാസമുണ്ടോ? ഓ, എവിടെ വിശ്വാസം? സ്വത്രം. ഇടത്തും വലത്തും നോക്കി അവര് വരും പറയുന്ന കേട്ട് അവിശ്വാസിയായിട്ട് സ്വത്രം പറയുക. അവിശ്വാസം സ്വത്രം പറയണം, വിശ്വാസത്തോടെ സ്വത്രം പറയണം. സ്വത്രം. നോക്ക്, ബോവസ് വന്ന് പറയുക, മോളെ നീ നവോമിയുടെ മരുമോളാണെങ്കിൽ ഇനി വേറെ എങ്ങും പെറുക്കാൻ പോകണ്ട, ഈ വയലിൽ നിന്ന് പെറുക്കിക്കോ. സ്വത്രം. സ്വത്രം. നോക്ക്, അല്പനിമിഷം മുമ്പ് വരെയും അപവാദങ്ങളുടെ കൂരമ്പുകൾ അവിടെ നെഞ്ചിനകത്ത് ആഴ്ന്നിറങ്ങുമ്പോ ആരോടും പ്രതികാരമില്ലാതെ വാവിട്ട് പൊട്ടിക്കരയുക അവള്. അത്രം. ആ കണ്ണുനീരും നിലവിളിയും ദൈവത്തിന്റെ സന്നിധിയിലെത്തി. ഇനി ഒരിക്കൽ പോലും അവള് കരയാതിരിക്കാനാ ബോവസിനെ അവിടെ കൊണ്ടുവന്നത്. സ്വത്രം. കാരണം ഒരുപാട് കരഞ്ഞവള്. സ്വത്രം. ഒരുപാട് കരഞ്ഞു, ഒരുപാട് തിരസ്കാരങ്ങൾ അനുഭവിച്ചു, ഒരുപാട് ജീവിതത്തിന്റെ മേടുകൾ അവൾ വേദനയോടെ താണ്ടി. സ്വത്രം. പ്രതീക്ഷ മുഴുവൻ നഷ്ടപ്പെട്ടെങ്കിലും ദൈവത്തിനോട് പൂർണ്ണമായിട്ട് വിശ്വസിച്ചു. സ്വത്രം. ബോവസ് എന്ന് പറയുക, മോളെ ഇനി നീ എങ്ങും പോകണ്ട. സ്വത്രം. ബാല്യക്കാരോട് പറഞ്ഞത് എന്തോന്നറിയാമോ? അവളെ അസഹ്യപ്പെടുത്തരുത്. സ്വത്രം. ഈ ദൈവം എത്ര നല്ല ദൈവമാണ്. സ്വത്രം. ഒരിക്കൽ പോലും രൂത്ത് കരുതിയില്ല ഈ കാലാപെറുക്കുന്ന വയലിനകത്ത് അവൾ അംഗീകരിക്കപ്പെട്ടവളായി മാറുമെന്ന്. അമ്മാവിയമ്മ ഒരിക്കൽ പോലും ചിന്തിച്ചില്ല എന്റെ കുഞ്ഞ് അനുഗ്രഹിക്കപ്പെട്ടവളായി വരുമെന്ന്. സ്വത്രം. പക്ഷേ നീ കാണുന്നതിന് മുൻപ് നിന്നെ കണ്ട ഒരുവനുണ്ട്. സ്വത്രം. നീ അറിയുന്നതിന് മുമ്പ് നിന്നെ അറിഞ്ഞ ഒരുവനുണ്ട്. അവനത്ര നിനക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ പരമയാഗമായി തീർന്ന കർത്താവായ യേശു ക്രിസ്തു.
സ്വത്രം. ആ യേശു ക്രിസ്തുവിന് നിഴലായി ബോവസ് ഇവിടെ വെളിപ്പെടുകയാ. സ്വത്രം. രൂത്ത് ആരാ? യേശുവിന്റെ വല്യമ്മച്ചി. സ്വത്രം. അങ്ങനെയാണെങ്കിൽ സ്വത്രം ആ യേശുവിന്റെ വരവിനു വഴി ഒരുക്കുവാൻ മുന്നമേ കണ്ടവനാ ബോവസ്. പ്രൈസ് ദി ലോർഡ്. ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നാം, ഞാൻ ദൈവത്തെ സേവിപ്പാൻ ഇറങ്ങി നിന്നയും പരിഹാസവും മാത്രം എന്റെ ജീവിതത്തിലുള്ളത്, ഞാൻ ആഗ്രഹിക്കുന്ന ഉയർച്ച ഇനി ഞാൻ ഒരിക്കലും പ്രാപിക്കത്തില്ല, ഞാൻ ഇങ്ങനെ തന്നെ തകർന്നു പോകത്തുള്ളൂ. ഇല്ല കുഞ്ഞേ, നീ പറഞ്ഞ സ്വത്രത്തിനും നീ പാടിയ പാട്ടിനും നീ കൊടുത്ത സ്വത്രകാഴ്ചയ്ക്കും ഒരു പ്രതിഫലമുണ്ട്. സ്വത്രം. നീ ദൈവത്തിന്റെ സന്നിധി ചെലവിട്ട സമയങ്ങളുണ്ടല്ലോ, അതിന്റെ കണക്ക് തീർത്തവൻ നിനക്ക് തരും. സ്വത്രം. വിശ്വാസത്തോടെ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കണം. ഓ, നിന്റെ മക്കളെ ഓർത്ത് കരയുമ്പോ അത് കണ്ണുനീര് ദൈവത്തിന്റെ സന്നിധി വീഴണം. നിന്റെ കൂട്ടാളി ഓർത്ത് കരയുമ്പോൾ ആ കണ്ണുനീര് ദൈവത്തിന്റെ സന്നിധി വീഴണം. സ്വത്രം. മനുഷ്യരുടെ മുമ്പിൽ കരഞ്ഞ അവരൊക്കെ മുഖം തിരിച്ചു പോകും. സ്വത്രം. അവരോട് സങ്കടങ്ങൾ പറഞ്ഞ അവർ സോറി പറഞ്ഞ് അകന്നു പോകും. പക്ഷെ എന്റെ സ്വർഗത്തിലെ ദൈവത്തിന്റെ സന്നിധി നീ പറഞ്ഞാലുണ്ടല്ലോ, ആ യേശു നിന്നെ കൈവിട്ടു പോകത്തില്ല. സ്വത്രം. സങ്കീർത്തനം 37:27 പറയാ, ദോഷം വിട്ടൊഴിഞ്ഞ് ഗുണം ചെയ്യുക, എങ്കിൽ നീ സുഖമായിരിക്കും. സ്വത്രം. രൂത്ത് ബോവസിന്റെ കാൽക്കൽ വീഴുമ്പോൾ സ്വത്രം അവൻ രൂത്തിനെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. സ്വത്രം. രൂത്തിനോട് പറയുക, സ്വത്രം, നിന്റെ അമ്മാവിയമ്മയ്ക്ക് നീ ചെയ്തിരിക്കുന്നതും നിന്റെ അപ്പനെയും അമ്മയെയും സ്വദേശത്തെയും വിട്ട് നീ ഇവിടെ വന്നിരിക്കുന്നതുമായ ആ നിന്റെ തീരുമാനമുണ്ടല്ലോ. സ്വത്രം. നവോമിയെ പരിചരിക്കാൻ നിനക്കൊണ്ടായ മനസ്സുണ്ടല്ലോ. സ്വത്രം. അതെനിക്ക് വലിയ ഇഷ്ടമായി. സ്വത്രം. സ്വത്രം. എന്റെ ദൈവത്തിൽ നീ ആശ്രയിച്ചത് എനിക്കങ്ങ് ഇഷ്ടമായി. സ്വത്രം. നമുക്ക് ഓർപ്പയൊന്ന് പഠിക്കാം. സ്വത്രം. ഓർപ്പയോട് ചോദിക്കാം, ഓർപ്പേ, നീ രൂത്തിനെ പിന്നെ കണ്ടിട്ടുണ്ടോ? സ്വത്രം. ഓർപ്പ എന്തോ പറയുന്നറിയാമോ? അവളെ എവിടെയോ പോയി, ആ കിഴട്ട് തള്ളയുടെ കൂടെ. സ്വത്രം. അവളെക്കുറിച്ചൊരു അറിവുമില്ല. സ്വത്രം. ഞാനിവിടെ ആ സന്തോഷത്തോടെ അടിച്ചു പൊളിച്ച് ജീവിക്കുക. സ്വത്രം. സ്വത്രം. ഇതായിരിക്കും ഓർപ്പയ്ക്ക് പറയാനുള്ളത്. പക്ഷെ രൂത്തിന് ഒന്നുണ്ട്, എന്നോട് ദയ കാണിച്ച ഒരുവനെ ഞാൻ കണ്ടിരിക്കുന്നു. സ്വത്രം. എന്നോട് ദയ കാണിച്ച ഒരുവനെ ഞാൻ കണ്ടു. സ്വത്രം. അതാണ് ബോവസ്. അവളുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും അവൾ പ്രതീക്ഷിക്കാത്ത ഒരു തലം സ്വർഗം അവളുടെ മുൻപാകെ തുറന്നു കൊടുത്തു. ഓക്കെ. എന്നിട്ട് ബോവസ് പറഞ്ഞൊരു വാക്ക് ശ്രദ്ധയോടെ കേൾക്കണേ. സ്വത്രം. ബോവസ് പറഞ്ഞൊരു വാക്ക് ശ്രദ്ധയോടെ കേൾക്കണേ. സ്വത്രം. നിന്റെ പ്രവർത്തിക്ക് യഹോവ പകരം നൽകും. പ്രൈസ് ദി ലോർഡ്. എനിക്ക് ഈ ഭാഗം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സ്വത്രം. എല്ലാം നഷ്ടപ്പെട്ടിട്ടും എല്ലാവരെയും നഷ്ടപ്പെടുത്തിയിട്ട് വാർദ്ധക്യത്തിലായിരിക്കുന്ന നവോമിയുടെ പുറകെ സംരക്ഷകയായിട്ട് ഇറങ്ങിത്തിരിച്ചവളോട് സ്വത്രം ബേത്ലഹേമിലെ ധനാട്ടിനായ ബോവസ് പറയുകയാണ്, നിന്റെ പ്രവൃത്തിക്ക് പ്രതിഫലം യഹോവ നൽകും. സ്വത്രം. എന്നിട്ട് പറയാ, ഇസ്രായേലിന്റെ പരിശുദ്ധനിൽ ശരണം പ്രാപിച്ചു വന്നിരിക്കുന്ന നിനക്ക് കുറച്ച് പ്രതിഫലം തരുമെന്നല്ല. സ്വത്രം. കുറച്ച് പ്രതിഫലം തരുമെന്നല്ല, പിന്നെ എന്താ അവിടെ പറയുന്നത്? സ്വത്രം. പൂർണ്ണ പ്രതിഫലം. ഹല്ലേലൂയ. സ്വത്രം. നമ്മൾ കുറച്ച് ഇച്ചിരി, പക്ഷെ ഇവിടെ ദൈവം കുറച്ചും ഇച്ചിരിയൊന്നുമല്ല, പൂർണ്ണമായി അവളുടെ ഹൃദയത്തിനകത്തെ നിറവ് എത്രയുണ്ടോ അത്ര നിറച്ച ദൈവം പ്രതിഫലം കൊടുക്കുമെന്ന് പറഞ്ഞത്. എന്തേ ചെയ്തുള്ളൂ? വാർദ്ധക്യത്തിലായ അമ്മച്ചിയെ കൈവിടാതെ അമ്മച്ചിയുടെ സ്വന്തം ഭവനത്തിൽ കൊണ്ടെത്തിച്ചു.
പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഈ സന്ധിയിൽ വ്യക്തമായി പറയട്ടെ, നിന്റെ സ്വന്തം ഭവനമായ നിത്യതയിൽ നീ എത്തുന്ന കാലം വരെയും സ്വർഗം തന്റെ ദൂതഗണത്തെ കൊണ്ട് നിന്നെ കാക്കണമെങ്കിൽ ദൈവത്തിന്റെ വചനം പറയുന്ന പ്രകാരം ദൈവമുഖത്തേക്ക് നോക്കി ദൈവത്തിന് ഇഷ്ടം ചെയ്യുവാൻ നീ അങ്ങ് നിന്നു കൊടുത്താൽ മതി. സ്വത്രം കൊണ്ടുപോയി ദൈവം നിന്നെ അങ്ങ് മാനിക്കും. സങ്കീർത്തനം 66:20 പറയാ, നിന്റെ പ്രാർത്ഥന തള്ളിക്കളയാതെ തന്റെ ദയ എടുത്തു കളാതെയും അവൻ നിന്നോട് ദയ കാണിക്കും. സ്വത്രം ഓക്കെ, നിന്റെ പ്രാർത്ഥന ശ്രദ്ധിച്ച് സ്വത്രം സ്വത്രം തന്റെ ദയ നിന്നിൽ നിന്ന് മാറ്റിക്കളയാതെ പൂർണ്ണ പ്രതിഫലം തന്ന് അവൻ നിന്നെ ഉയർത്തി മാനിക്കും. സ്തോത്രം. സങ്കീർത്തനം 15 പറയാണ്, കഷ്ടകാലത്ത് ഞാൻ ആരോടുകൂടെ ഇരിക്കും? ദൈവ പൈതലെ, നിന്നോടുകൂടെ ഇരിക്കുമെന്ന്. സ്വത്രം. ലോകത്തോടു കൂടെ ഇരിക്കുമെന്നല്ല പറഞ്ഞത്, നിന്റെ കഷ്ടകാലത്ത് സ്വത്രം ഞാൻ യഹോവയായ ദൈവം നിന്നോട് കൂടെ ഇരിക്കും. സ്വത്രം. മാത്രമല്ല, കൂടെ ഇരുന്നാൽ മാത്രം പോരാ, നിനക്കാവശ്യമുള്ളത് തന്ന് അവൻ നിന്നെ രക്ഷിക്കും. പ്രൈസ് ദി ലോർഡ്. ഇത്ര നല്ല ദൈവം, സ്വത്രം, ഇത്ര നല്ല ദൈവം. സ്വത്രം. ഈ ദൈവത്തെ എത്ര സ്തുതിച്ചാൽ മതിയാകും? സ്വത്രം. എത്ര സ്തുതിച്ചാൽ മതിയാകും? സ്വത്രം. ഒരു കാലത്ത് നീ കണ്ണുനീരോടെ ആയിരുന്നെങ്കിൽ നിന്റെ കണ്ണുനീര് തുടച്ചു നിന്നെ മാനിക്കുന്ന ഒരു കാലം ദൈവം വെച്ചിട്ടെന്ന് മനസ്സിലാക്കി സകല ഭാരവും മുറുകെ പറ്റുന്ന പാവവും വിട്ടുതിരിഞ്ഞ് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നെ വിട്ടുകൊടുക്ക്. നിന്നെ അവൻ തക്ക സമയത്ത് ഉയർത്തി മാനിക്കും. നിന്നെ ഒതുക്കിക്കെട്ടും. നിന്റെ സന്തതിയെ നശിപ്പിക്കും. നിന്റെ കൂട്ടാളിയെ മുൻപോട്ട് വിടാൻ അനുവദിക്കരുതെന്ന് പറയുന്ന സകല പൈശാചിക തന്ത്രങ്ങളും നിന്റെ മുമ്പിൽ തകർന്നു വീഴും. നീ ജയിച്ചു പുറത്തു വരും. സൈന്യങ്ങളുടെ ദൈവമായ യഹോവ നിന്നോട് കൂടെ ഇരുന്ന് നീ ചെന്ന് ചേരേണ്ട ഇടം വരെയും നിനക്ക് കാവലായി നിൽക്കും. പ്രൈസ് ദി ലോർഡ്. ഒരു കണ്ണിനും ദയ തോന്നാതെ സ്വത്രം എല്ലാവരാലും തള്ളിക്കളയപ്പെടേണ്ടുന്ന രൂത്തിനെ ദൈവമോർത്തു. സ്വത്രം. നമുക്ക് ഒരു ജാതിയെ പൊങ്കൊച്ചായിരുന്നിട്ട് പോലും അവളുടെ വിശ്വാസത്തിന്റെ പൂർണ്ണത ദൈവത്തിലായതുകൊണ്ട് സ്വർഗത്തിലെ ദൈവം അവളെ ചേർത്ത് പിടിച്ചു. സ്വത്രം. ഇന്നത്തെ കാലം അങ്ങനെ ആയിരുന്നെങ്കിൽ സ്വത്രം ആദ്യം ജാതിയുടെ പേര് അവളെ ഒതുക്കുമായിരുന്നു. 2, ഭർത്താവില്ലാത്തതിന്റെ പേര് അവളെ ഒതുക്കുമായിരുന്നു. 3, നവോമിയുടെ പേര് പറഞ്ഞ് അവളെ ഒതുക്കുമായിരുന്നു. സ്വത്രം. അന്ന് ഏതായാലും ദൈവം കരുണയുള്ള ദൈവമായിരുന്നു. സ്വത്രം. അതുകൊണ്ട് യഹൂദന് അവളെ ഒന്നും പറയാൻ ദൈവം വിട്ടുകൊടുത്തില്ല. സ്വത്രം. അല്ലേ? സ്വത്രം. എന്നെ കേൾക്കുന്ന കൂടപ്പുറപ്പേ, സർവശക്തനായ ദൈവം നിന്നെ വിളിച്ചതിന് ജാതി നോക്കിയും മതം നോക്കിയും വിദ്യാഭ്യാസം നോക്കിയും കുടുംബം നോക്കിയും കുലം നോക്കിയും നിന്റെ കളർ നോക്കിയും അല്ല, ആർക്കും വേണ്ട എന്ന് പറഞ്ഞ് നിന്നെ തള്ളിക്കളഞ്ഞ സ്ഥാനത്ത് ഇനി ഒരു ജീവിതമില്ല എന്ന് പറഞ്ഞ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ച് നീ തലകുമ്പിട്ട് ദേശത്ത് തെക്കും വടക്കും സാഹചര്യങ്ങളെ നോക്കി ഓടിയപ്പോൾ നിന്റെ ജീവിതം ദൈവത്തിന് വിലപ്പെട്ടതായതുകൊണ്ട് നിന്നെ രക്ഷിച്ച് നിന്നെ എവിടത്തോളം കൊണ്ടുവന്നെങ്കിൽ ദൈവം നിന്റെ ജാതി നോക്കിയിട്ടല്ല, സ്വത്രം, നിന്റെ തകർന്നു മുടഞ്ഞ ഹൃദയം നോക്കിയിട്ടാ. അങ്ങനെയാണെങ്കിൽ നിന്നെ നീയാക്കി തീർക്കുവാൻ കർത്താവ് കാൽവരി ക്രൂശിൽ സഹിച്ച പങ്കപ്പാടുകൾ ഓർത്തിട്ട് മഹത്വം ദൈവത്തിന് കൊടുക്ക്. സ്വത്രം. മഹത്വം ദൈവത്തിന് കൊടുക്ക്. ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലും ശ്വാസമാ. അകത്തോട്ട് വലിക്കുന്ന ശ്വാസം പുറത്തോട്ട് പോയില്ലെങ്കിൽ അത് ശവമാ. നീയാണ് ഇവിടെ ഈ പരിപാടികളെല്ലാം കാണിച്ചു കൂട്ടുന്നത്. പക്ഷേ വ്യക്തമായി പറയട്ടെ, ദൈവത്തിന്റെ വചനം വ്യക്തമായി പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. സ്വത്രം. നീതിമാൻ ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും. സ്വത്രം. ദുഷ്ടൻ ബലപ്പെട്ടിരിക്കുന്നല്ല ബൈബിൾ പഠിപ്പിക്കുന്നത്. നീതിമാൻ ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും. അതുകൊണ്ട് 1 Corinthians 10-12 വാക്യം പറയും, നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ
വീഴാതിരിപ്പാൻ സൂക്ഷിച്ചോണേ. സ്വത്രം. പിശാച് നിന്നെ ഏത് വിധത്തിലും തള്ളിയിട്ട് തകർക്കുവാൻ അവൻ പ്ലാൻ ചെയ്ത് നിന്റെ പിന്നാലെ ഉണ്ട്. സ്വത്രം. അതുകൊണ്ട് 1 കൊരിന്ത്യർ ലേഖനം 16 അധ്യായം 13-14 വാക്യം വായിച്ചാൽ അവിടെ കാണാൻ കഴിയും. ഉണർന്നിരിപ്പീൻ, വിശ്വാസത്തിൽ നിലനിൽപ്പീൻ, പുരുഷത്വം കാണിപ്പീൻ, ശക്തിപ്പെടുവിൻ, ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്യുവിൻ. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവാകുന്ന സ്നേഹം നിന്റെ അകത്ത് പരിവർത്തിക്കുമെങ്കിൽ നിനക്ക് ആരോടും വെറുപ്പും വിദ്വേഷവും ഉണ്ടാവത്തില്ല. ക്രിസ്തുവിന്റെ സ്നേഹം നിന്റെ അകത്തില്ല എങ്കിൽ കാണുന്നതെല്ലാം നിനക്ക് വെറുപ്പായിരിക്കും. സ്തോത്രം. ഈ നല്ല രാത്രിയിൽ വ്യക്തമായി പറയട്ടെ, സർവശക്തനായ ദൈവത്തിന്റെ സന്നിധിയിൽ എടുക്കുന്ന തീരുമാനം ഉറച്ചതാണെങ്കിൽ ഒരനർത്ഥവും വന്നു ഭവിച്ച് നീ നിന്റെ സന്തതിയും ഭൂതലത്തിൽ പട്ടുപോകാൻ ഇടയാകത്തില്ല. ഇക്കാലത്തെ കഷ്ടം കഴിഞ്ഞ് ശ്രേഷ്ഠകരമായ സന്തോഷത്തിലേക്ക് സ്വർഗം നിന്റെ കരം തന്ന് ഉയർത്തുമെന്നുള്ള വിശ്വാസത്തോടെ ദൈവത്തിന്റെ ബലമുള്ള കരത്തിൽ താഴ്ത്തിക്കൊടുക്ക്, അവൻ ഉയർത്തി മാനിക്കും. സ്വത്രം. നോക്ക്, രൂത്തിനോട് നമുക്കൊന്ന് ചോദിക്കാം. രൂത്തേ, നീ മോവാബ് ദേശം വിട്ട് ബേത്ലഹേമിൽ വന്നിട്ട് തനിച്ചായോ? സ്വത്രം. രൂത്തിന് പറയാൻ കഴിയും, ഞാൻ തനിച്ചായതുമില്ല, തനിച്ചു പോകാൻ എന്നെ ദൈവം വിട്ടതുമില്ല. സ്വത്രം. രൂത്ത് പറയും, ഞാൻ തനിച്ചായതുമില്ല, തനിച്ചു പോകുവാൻ എന്റെ ദൈവം എന്നെ വിട്ടതുമില്ല. പകരം ലോകരക്ഷകന്റെ വല്യമ്മച്ചി ഞങ്ങളുടെ ഭാഗ്യം അവൻ എനിക്ക് തന്നു. ലോകമുള്ളിടത്തോളം കാലം ജാതിയെ പെൺകൊച്ചായി എന്നെ ലോകമറിയും. സ്വത്രം. അങ്ങനെയെങ്കിൽ എവിടെയൊക്കെയോ തകർന്നു പോകേണ്ടുന്ന നിന്നെയും എന്നെയും സ്വർഗം അറിഞ്ഞെങ്കിൽ, സ്വത്രം കർത്താവ് അറിഞ്ഞെങ്കിൽ, അവന്റെ മഹത്വ പ്രത്യക്ഷത വരെയും നിന്നെ കാക്കുവാൻ അവൻ ശക്തനാണ്. ഒന്നിനും ഒരു കുറവും വരുത്താതെ അന്ത്യത്തോളം നിന്നെ കൈപിടിച്ച് നടത്തുവാൻ കർത്താവ് മനസ്സുള്ളവനാ. അതുകൊണ്ട് അവന്റെ കൈ താന്നിരിക്കണം. സ്വത്രം. നിനക്ക് ഇത്തിരി വിദ്യാഭ്യാസം കിട്ടിയെന്ന് കരുതി നീ പൊങ്ങാൻ പോവല്ലേ. ഇത്തിരി പണം കൈ വന്നെന്ന് കരുതി അതിനകത്ത് അഹങ്കരിക്കാൻ പോകരുത്. ആരെങ്കിലും 4 പേര് നിന്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് ദൈവത്തെ മറക്കരുത്. സ്വത്രം. സമൂഹത്തിൽ മെച്ചപ്പെട്ട വീടും സാഹചര്യം കിട്ടിയെന്ന് പറഞ്ഞ് ഒരിക്കലും അതിനകത്ത് പുകഴാതെ ഇതെല്ലാം തന്ന ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് ദൈവത്തിന്റെ ബലമുള്ള കരത്തിൽ നിന്നെ താഴ്ത്തിക്കൊടുത്താൽ സകല നാമത്തിനും മേലായ നാമം നൽകി സ്വർഗത്തിൽ നിന്നെ നിന്റെ കുഞ്ഞുങ്ങളെ ഉയർത്തി മാനിക്കും. നിന്നെ തകർക്കുവാൻ, നിന്റെ കുഞ്ഞുങ്ങളെ തകർക്കുവാൻ, നിന്റെ നന്മയെ തകർക്കുവാൻ, നിന്റെ സന്തോഷത്തെ തകർക്കുവാൻ ആർക്കും കഴിയാത്തതുപോലെ യോബിന് ചുറ്റും വേലി കെട്ടിയത് സ്വർഗം നിനക്കതിന് കുഞ്ഞുങ്ങൾക്കും കാവലായി നിൽക്കും. സ്വത്രം. ഈ നല്ല രാത്രി വ്യക്തമായി പറയട്ടെ, സ്വത്രം. കഷ്ടകാലത്ത് അവൻ നിന്നോട് കൂടെ ഇരിക്കും. അവന്റെ രക്ഷ നിനക്ക് കാണിച്ചു തരും. സ്വത്രം. അതുകൊണ്ട് സഭാപ്രസംഗി 8:32 പറയുന്നത് വ്യക്തമായി കേൾക്കണമേ. സ്വത്രം. എന്താ പറയുന്നത്? എന്റെ വാക്ക് കേട്ട് എന്റെ വഴി പ്രമാണിച്ച് നടന്നാൽ നീ അഭിവൃദ്ധി പ്രാപിക്കും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എന്താ സഭാപ്രസംഗി പറയുന്നത്? സ്വത്രം. എന്റെ വാക്ക് കേട്ട് എന്റെ വഴി പ്രമാണിച്ച് നടന്നാൽ നീ അഭിവൃദ്ധി പ്രാപിക്കും. കണ്ണുകൾ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വത്രം. നിന്റെ കഷ്ടകാലത്ത് നീ ആരുടെ മുമ്പിൽ കരം നീട്ടുവാൻ സ്വർഗം അനുവദിക്കത്തില്ല. നീ ചോദിക്കുന്നതിനും ചിന്തിക്കുന്നതിനേക്കുപരിയായി സ്വർഗം നിന്നെ കരം പിടിച്ചു നടത്തും. ജീവിതത്തിൽ ഒരിക്കൽ പോലും നീ നിന്റെ കുഞ്ഞുങ്ങളും തോറ്റുപോകുവാൻ സ്വർഗം അനുവദിക്കത്തില്ല. ഒരു പുത്തൻ വഴി നിനക്ക് വേണ്ടി സ്വർഗം ഒരുക്കി തന്ന് സമൂഹത്തിന് മുമ്പിൽ നിന്നെ മാനിച്ചുയർത്തണമെന്ന് അപ്പന്റെ കാര്യത്തിൽ കൊടുക്കാം. ഈ വചനങ്ങളെ സ്വർഗം നമ്മെ അനുഗ്രഹിക്കട്ടെ.